ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റേഷസ് കോർണർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചെമ്മീൻ ബിരിയാണി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഞാൻ ഇവിടെ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, 2 ഉള്ളി എടുത്തിട്ടുണ്ട്, പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫ് എടുക്കാം കേട്ടോ. 1/2 കപ്പ് തൈര് വേണം. പിന്നീട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം. ആദ്യം ഞാനിവിടെ ഒരു ബൗളിലെടുത്തു. ബൗളിലോട്ട് ചെമ്മീൻ ഇട്ട് കൊടുത്തു. 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 3 സ്പൂൺ തൈരാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ സ്പൂൺ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിരുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ഒരു മിക്സിൽ നിന്ന് 1/2 സ്പൂൺ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്കിതിന് ആവശ്യമുള്ള വെള്ളം ഒന്ന് ചൂടാവാൻ വയ്ക്കാം. പിന്നീട് സ്റ്റൗ ഓൺ ചെയ്ത് കുക്കർ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പട്ട, ഗ്രാമ്പു, ഏലയ്ക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉള്ളിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഉള്ളിയാണ്. നല്ലപോലെ കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 നുള്ള് ഉപ്പും കൂടി ആഡ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്. അതും നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടൊമാറ്റോ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ടൊമാറ്റോ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കെട്ട് പുതിന ഇലയും 1 കെട്ട് മല്ലി ഇലയും നല്ലപോലെ വാഷ് ചെയ്ത് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലിട്ടിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. പുതിന ഇലയും മല്ലി ഇലയും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ചെമ്മീൻ മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 3 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ചെമ്മീൻ മസാല ഒരു 3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കിതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 3 മുതൽ 4 മിനിറ്റ് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരി ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, ആ രീതിക്കാണ് ഞാൻ 3 കപ്പ് അരി എടുത്തിരുന്നു. അപ്പോൾ 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ലെമൺ ജ്യൂസ്, നാരങ്ങ ജ്യൂസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് 1 വിസിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ 1 വിസിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ഈസി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി ഉണ്ടായിരുന്ന പുതിന ഇലയും മല്ലി ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് റൈത്തയോടൊപ്പം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവിടെ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.
ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.